അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ ബികോമിലെ AEC2 അറബിക് അതിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. നമ്മുടെ എക്സാം വളരെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഓരോ ചോദ്യങ്ങളും എങ്ങനെയാണ് ആൻസർ ചെയ്യുക എന്നുള്ളതും ഒക്കെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ഒരു പാർട്ടിൽ വരുന്ന ചോദ്യം എന്ന് പറയുന്നത് വൺ വേർഡ് ചോദ്യങ്ങളാണ് അല്ലേ. ഇഖ്തർ, നിങ്ങൾ സെലക്ട് ചെയ്യുക. അൽ കലിമത്തൽ മുനാസബ, യോജിച്ച പദങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. മിനൽ കൗസൈനി, ബ്രാക്കറ്റിൻ്റെ ഇടയിൽ നിന്നും യോജിച്ച പദം നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സെക്ഷനിൽ വരുന്ന ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, യജ്ലിസു ത്വാലിബു, കുട്ടി അതായത് വിദ്യാർത്ഥി ഇരിക്കുന്നു. എന്നിട്ട് നമുക്ക് പൂരിപ്പിക്കാനുണ്ട് അൽ മഖ്അദ് എന്നാണ്. മഖ്അദ് ആണ് സീറ്റ് നിർത്തം. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലാണ് നമ്മളിങ്ങനെ പറയാം ഓൺ ദ ചെയർ അല്ലേ, അങ്ങനെയാണ് നമ്മൾ പറയാം. ഓൺ ദ സീറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഓൺ എന്ന ഒരു പ്രയോഗം നമ്മൾ അറബിയിലേക്ക് വരുമ്പോൾ അല എന്നാണ് പ്രയോഗം. അപ്പോൾ യജ്ലിസു ത്വാലിബു അലൽ മഖ്അദി എന്നാണ് വരിക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, സാഫറൽ ഖാദിമു, സെർവൻ്റ് യാത്ര ചെയ്തു. എവിടേക്ക് അല്ലേ, അൽ ഖലീജ്, ഗൾഫിലേക്ക്. അപ്പോൾ യാത്ര ചെയ്തു എവിടേക്ക്, അപ്പോൾ ടു എന്നാണ് വേണ്ടത് അല്ലേ. ആ ടു എന്ന അർത്ഥത്തിൽ വരുന്ന അറബിക് പ്രയോഗമാണ് ഇല എന്ന് പറയുന്നത്. ഫി എന്ന് പറഞ്ഞാൽ ഇൻ എന്നാണ് അർത്ഥം. ലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർ, അതിനു വേണ്ടി എന്നൊക്കെ പറയാമല്ലോ, ആ ഒരു പ്രയോഗമാണ്. അപ്പോൾ ഇല എന്ന് പറഞ്ഞാൽ ടു എന്നർത്ഥം. അപ്പോൾ ഖാദിമു പോയി ഇലൽ ഖലീജി, എവിടേക്ക്, ഗൾഫിലേക്ക് പോയി. മൂന്നാമത്തെ ഒരു ചോദ്യം, അൽ ബിൻതു, ഒരു പെൺകുട്ടി ഡാഷ് ഫിൽ മദ്രസത്തി, സ്കൂളിൽ എന്താണെന്നാണ്. മുദരിസ് എന്നാണോ, ദാരിസത്താണോ, ദാരിസാണോ അല്ലേ. അപ്പോൾ ഇവിടെ മുദരിസ് എന്ന് നമ്മൾ പറയുന്ന ആർക്കാണ്, അധ്യാപകൻ ഒരു പുരുഷനാണെങ്കിലാണ് മുദരിസ് എന്ന് പറയാം. അത് സ്ത്രീയാണെങ്കിൽ മുദരിസത്ത് എന്ന് പറയും. മുദരിസ് തെറ്റാണ്. പിന്നെ ദാരിസ് എന്ന് പറയൂല, അത് നമ്മൾ ഒരു ആൺകുട്ടിക്കാണ് പറയുക അല്ലേ, ദാരിസ്. പെൺകുട്ടിയാണ് ഇങ്ങനെ പറയാം അൽ ബിൻതു ദാരിസത്തുൻ ഫിൽ മദ്രസത്തി. ഓക്കെ, അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഖാലിദുൻ, ഖാലിദ് ഡാഷ് ഫിൽ മദ്രസത്തി അല്ല ഫിൽ മദീനത്തി എന്നാണ്. അത് എന്തായാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഖാലിദ് പട്ടണത്തിലെ എന്തോ ഒന്നാണ് അല്ലേ. അപ്പോൾ അതാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പം ഓപ്ഷൻ സിമ്പിളാണ്. തൊബീബത്ത് എന്ന് പറഞ്ഞാൽ അത് ഡോക്ടർ, ഒരു വനിതാ ഡോക്ടർക്കാണ് തൊബീബത്ത് എന്ന് പറയാം. അപ്പോൾ അത് തെറ്റാണ്. ആമിലത്തുൻ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന ആളെന്ന് അർത്ഥമാണ്. ജോലി ചെയ്യുന്ന ഒരു വനിത അല്ലേ, ആമിലത്ത്. മുഹന്ദിസ് എന്ന് പറഞ്ഞാലോ അത് ഒരു പുരുഷനായിട്ടുള്ള എൻജിനീയർ, അത് സ്ത്രീയാണെങ്കിൽ മുഹന്ദിസത്ത് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഖാലിദുൻ മുഹന്ദിസുൻ ഫിൽ മദീനത്തി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. നമ്മളെ പാഠഭാഗത്തുള്ള മുഫ്രദ് ജം ആക്കാനും അതുപോലെ ജം ഐ മുഫ്രദ് ആക്കാനും, അതായത് സിംഗുലർ പ്ലൂറൽ ആക്കാനും പ്ലൂറൽ സിംഗുലർ ആക്കാനും ഉള്ള വർക്കുകൾ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. അതിലുള്ള ചോദ്യമാണ് ഉക്തുബ് അൽ മുഫ്രദ്, നിങ്ങൾ സിംഗുലർ എഴുതാനാണ്. ഡിൽ ജുമോയ്, ഇവിടെ ജംഅകൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സിംഗുലർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ എന്താണ്, തുജാർ അല്ലേ, അതായത് കച്ചവടക്കാർ എന്നർത്ഥം. അതിൻ്റെ സിംഗുലർ എന്താണ്, താജിറുൻ അല്ലേ, തുജാർ താജിർ. ഓക്കെ, രണ്ടാമത്തെ സ്വയ്യാദൂൻ, നമ്മൾ പിന്നെ മത്സ്യബന്ധന ആളുകളുണ്ടല്ലോ, മത്സ്യവേട്ടയ്ക്ക് പോകുന്ന ആളുകൾ, അതിനാണ് സ്വയ്യാദൂൻ എന്ന് പറയുക, ജം ആണ്. അതിൻ്റെ മുഫ്രദ് എന്താണ്, സ്വയ്യാദ് എന്നാണ്. ഓക്കെ, അടുത്തത് ഹഫ്ലാത്തുൻ, നമ്മുടെ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഫങ്ഷനുകൾ, സമാജങ്ങൾ എന്നൊക്കെ പറയാം അല്ലേ. അത് ഹഫ്ലാത്ത് എന്നുള്ളത്, അതിൻ്റെ സിംഗുലർ ഹഫ്ലത്ത് എന്നാണ് വരുന്നത്. ഹഫ്ലത്ത്, ഹഫ്ലാത്ത്. ഓക്കെ, നാലാമത്തത് ഉലമാ, സിമ്പിളാണല്ലേ, പണ്ഡിതന്മാർ. അപ്പോൾ ഒരു പണ്ഡിതനാണെങ്കിലോ ആലിം എന്ന് പറയും. ആലിം മുഫ്രദാണ്, ഉലമാ ജം ആണ്. ഓക്കെ, ഇനി നേരെ തിരിച്ചും വരും അല്ലേ. ഉക്തുബ് അൽ ജം അലിൽ മുഫ്രദി, മുഫ്രദായൊരു പദം കൊടുത്തിട്ട് അതിൻ്റെ ജം എഴുതാനും വരാറുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്ത മുഫ്രദുകൾ ഏതൊക്കെയാണ്? ഒന്ന്
ഹാക്കിമുൻ എന്നാണ് അല്ലേ. ഹാക്കിം എന്ന് പറഞ്ഞാൽ ഭരണാധികാരി എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഹാക്കിമിന് നമുക്ക് വേണമെങ്കിൽ ഹുക്കാമ് എന്നൊരു ജമ്മ് കൊടുക്കാം, അതുപോലെ തന്നെ ഹാക്കിമൂൻ എന്നും കൊടുക്കാം. രണ്ടും ശരി തന്നെയാണ്. ഓക്കെ, ചില വീടുകൾക്കൊക്കെ ഇങ്ങനെ രണ്ടും മൂന്നും ജമ്മകളൊക്കെ ഉണ്ടാവും. രണ്ടാമത്തത് കാളി, അതായത് ഒരു ഭരണാധികാരി അല്ലേ, കാളി. അപ്പോൾ അതിൻ്റെ ജമ്മാണ് കുലാത്ത് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ബഹർ, സമുദ്രം, അതിൻ്റെ ജമ്മാണ് ബിഹാർ. ഓക്കെ. നാലാമത്തത് യൗമ്, ദിവസം, അതിൻ്റെ ജമ്മാണ് എന്ത്, അയ്യാം അല്ലേ, ദിവസങ്ങൾ എന്നർത്ഥം. സിമ്പിളാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വർക്കുകൾ മാത്രം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ഈ ജം ആക്കാനുള്ള കാര്യങ്ങൾ സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ. അടുത്തൊരു ചോദ്യമാണ് കമ്മിൽ അൽ ഫറാഗ്, നിങ്ങൾ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് അല്ലേ. കാതൽ മുഅല്ലിമു അൻ യകൂന, നമ്മുടെ അഹമ്മദ് ഷൗക്കിയുടെ പ്രധാനപ്പെട്ട ഒരു ബൈത്താണ് അല്ലേ. കുംലിൽ മുഅല്ലിം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബൈത്തുണ്ട്. അധ്യാപകൻ്റെ മഹത്വത്തെ പറ്റി പറയുന്ന ഒരു കവിതയാണ്. അപ്പോൾ അതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ലൈനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ കവിതയൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുന്നത് നന്നായിരിക്കും. കാതൽ മുഅല്ലിമു അൻ യകൂന, അതായത് ചിലപ്പോൾ എന്തായേക്കാം, മുഅല്ലിമ് അധ്യാപകൻ എന്താണ്, ഒരു റസൂലാണെന്ന് പറഞ്ഞത്, ഒരു പ്രവാചകനെ പോലെ തന്നെയാണ് അധ്യാപകൻ എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അപ്പോൾ അൻ യകൂന അതിൻ്റെ ശേഷമുള്ളതാണ് കൊടുക്കേണ്ടത്. കാതൽ മുഅല്ലിമു അൻ യകൂന റസൂല എന്നാണ് വരേണ്ടത്. ഓക്കെ. അടുത്ത ജാബിർ ഇബ്നു ഹയ്യാൻ ഡാഷ് മഷ്ഹൂറുൻ, അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള എന്തോ ആണല്ലേ. ജാബിർ ഇബ്നു ഹയ്യാൻ നമുക്കറിയാം ഫിസിക്സിലെ പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക് സ്കോളറാണല്ലേ. അദ്ദേഹം എന്താണ്, ആലിമുൻ മഷ്ഹൂറുൻ. ഓക്കെ. അടുത്തത് കവ്വിൻ അസ്സുആല ലിൽ ജവാബൈനി താലീനി, കവ്വിൻ നിങ്ങൾ ഉണ്ടാക്കുക, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അസ്സുആല ചോദ്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ലിൽ ജവാബൈനി താലിയനി, താഴെ രണ്ട് മറുപടികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ മറുപടിയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ചോദ്യം നമ്മളോട് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം എന്താണ്, ഉഹിബ്ബു മുബാറാത്ത് കുറത്തുൽ ഖദം അല്ലേ. ഞാൻ ഫുട്ബോൾ മത്സരം ഞാൻ എന്ത് ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്ന ആളാണ്. മുബാറാത്ത് ആണെങ്കിലും മത്സരം നടത്തും. അപ്പോൾ ഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നു, മുബാറാത്ത് കുറത്തുൽ ഖദം, അതായത് ഫുട്ബോൾ, കുറത്തുൽ ഖദം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ മത്സരം ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾ ഒരു ആൻസർ പറയണമെങ്കിൽ നമ്മൾ എന്ത് ചോദിക്കണം, മാതാ തുഹിബ്ബു, നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നത് അല്ലേ എന്ന് ചോദിക്കണം. രണ്ടാമത്തെ ഒരു ആൻസർ എന്താണ്, ഉസാഫിറു ഇല റിയാദ്, ഞാൻ റിയാദിന് അറബിയിൽ റിയാദ് എന്നാണ് പറയുക, ഞാൻ റിയാദിലേക്ക് എന്ത് ചെയ്യാണ്, യാത്ര ചെയ്യുകയാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ഒരാൾ മറുപടി പറയണമെങ്കിൽ നമ്മൾ എന്ത് ചോദിക്കണം, ഇല ഐന തുസാഫിറു, നീ എവിടേക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവൻ പറയും ഉസാഫിറു ഇല റിയാദ്. ഓക്കെ. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഇനി കുറച്ച് വൺ വേർഡ് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. കൈഫ ഇസ്തഖ്ബലത്തിൽ അമീറത്തു സൈന സമാൻ അല്ലേ, നമ്മുടെ അമീറത്തുൽ ബിഹാർ സബ് എന്നൊരു പാടുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ് അല്ലേ. കൈഫ ഇസ്തഖ്ബലത്തിൽ അമീറത്തു സൈന സമാൻ, നമ്മുടെ അവിടെയുള്ള രാജ്ഞി നമ്മുടെ സൈനുസമാനെ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്നാണ് ചോദ്യം. എങ്ങനെയാണ് സ്വീകരിച്ചത്, അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ കാലത്തിൽ അമീറത്തുലെ നമ്മുടെ രാജ്ഞി പറഞ്ഞു, മർഹബം ബിക് ഇലാ ഹാദിഹിൽ ജസീറത്തി അയ്യുഹൽ അമീർ, ഓ അമീറെ ഞങ്ങളുടെ ഈ ജസീറയിലേക്ക്, ഞങ്ങളുടെ ദ്വീപിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എന്ന് അദ്ദേഹത്തെ പറഞ്ഞുകൊണ്ടാണ് അവിടേക്ക് അദ്ദേഹത്തെ സ്വീകരിച്ചത് അല്ലേ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, ബിമസ്തഹറ കാലി ഇയാസ്, നമ്മുടെ കാലി ഇയാസ് എന്നൊരു പാടുണ്ടല്ലോ, അത് വന്നിട്ടുള്ള ചോദ്യമാണ്. കാലി ഇയാസ് എന്തുകൊണ്ടാണ് ഇഷ്തഹറ, അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത്, അദ്ദേഹം അറിയപ്പെട്ടത്, മഷ്ഹൂറായത് അദ്ദേഹം എന്തുകൊണ്ടാണ്. നമ്മുടെ പാഠത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നുണ്ട്, ഹല്ല കസീറ മിനൽ മുഷ്കിലാത്തി ബി ഉസ്ലൂബിൻ ബസീത്തിൻ അല്ലേ. ഹല്ല അദ്ദേഹം പരിഹരിച്ചിട്ടുണ്ട്, കസീറ മിനൽ മുഷ്കിലാത്തി ധാരാളം പ്രശ്നങ്ങൾ അദ്ദേഹം പരിഹരിച്ചിട്ടുണ്ട്, ബി ഉസ്ലൂബിൻ ബസീത്തിൻ അതായത് സിമ്പിളായിട്ടുള്ള ശൈലികളൂടെ. അപ്പോൾ വലിയ വലിയ കേസുകൾ വളരെ സിമ്പിൾ മെത്തേഡിലൂടെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം വസ്തഹറ ബിദാലിക്ക എന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് അദ്ദേഹം മഷ്ഹൂറായിട്ടുള്ളത്. അടുത്തൊരു ചോദ്യം, മാഹുവൽ കിതാബുൽ മഷ്ഹൂറുൽ ഇബ്നു സീന, ഇബ്നു സീനയുടെ അൽ കിതാബുൽ മഷ്ഹൂർ ഫേമസ് ആയിട്ടുള്ള പുസ്തകം ഏതാണ് എന്നാണ് അല്ലേ. ഇബ്നു സീനയെക്കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം മെഡിക്കൽ ഫീൽഡിൽ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ഇസ്ലാമിക് പണ്ഡിതനാണ്.
അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥത്തിൻ്റെ പേരാണ് അൽ ഖാനൂൻ എന്ന്. അൽ ഖാനൂൻ ഫി തിബ് എന്നാണ്, നമുക്ക് അൽ ഖാനൂൻ എന്ന് പഠിച്ചാൽ മതി. അൽ ഖാനൂൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര്. ഓക്കെ, അടുത്തത് ഉദ്കുർ, നിങ്ങൾ പറയുക ഇസ്മൈനി, രണ്ട് പേരുകൾ, റഹാലത്തൈനിൽ മുസ്ലിമേനി, മുസ്ലിങ്ങളായിട്ടുള്ള രണ്ട് ട്രാവലേഴ്സിൻ്റെ, നല്ല യാത്ര പോകുന്ന ഇസ്ലാമിക് ആയിട്ടുള്ള ആളുകളുടെ രണ്ടാളുകൾ പേര് പറയാനാണ് പറഞ്ഞത് അല്ലേ. നമ്മുടെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇബ്നു ബത്തൂത്ത അതുപോലെ തന്നെ ഇബ്നു ജുബൈർ, ഇവർ രണ്ടുപേരും ഇസ്ലാമിൽ അറിയപ്പെട്ട ട്രാവലേഴ്സ് ആയിരുന്നു. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ്, സിമ്പിൾ ചോദ്യം. നമ്മുടെ ചോദ്യത്തിൽ തന്നെ മറുപടിയുണ്ട്. മൻ ഹുവ, ആരാണ് സാഹിബ് കിതാബി ഷൗക്കിയാത്ത് അല്ലേ. അഹമ്മദ് ഷൗക്കിയുടെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു സമാഹാര ദീവാനാണ് എന്ത്, ഷൗക്കിയാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഷൗക്കിയാത്ത് ആരെ എഴുതിയത്? അഹമ്മദ് ഷൗക്കിയാണ്. സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ് സ്വിൽ ബൈനൽ ഖാനത്തെ, നിങ്ങൾ ഇത് രണ്ടും യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അത് ഇതിൽ വരച്ചിട്ടുണ്ട്, അത് കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവും. അൽ അദബുൽ മുആസിർ, അദബ് എന്ന് പറഞ്ഞാൽ സാഹിത്യം, മുആസിർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർത്തമാന, മോഡേൺ, കണ്ടംപററി അല്ലേ. അപ്പോൾ കണ്ടംപററി ലിറ്ററേച്ചറാണ് അൽ അദബുൽ മുആസിർ എന്ന് പറയുന്നത്. പിന്നെ മർക്കബുൻ ഷിറായിൻ എന്ന് പറഞ്ഞാൽ സെയിൽ ബോട്ട്. ഓക്കെ, അതുപോലെ അൽ മുഹാസബത്തുൽ മാലിയ അല്ലേ, ഫിനാൻഷ്യൽ, മാലി എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി, മുഹാസബത്ത് പറഞ്ഞാൽ അക്കൗണ്ടിങ്, അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. പിന്നെ തെദ്ക്കിറത്ത് ടിക്കറ്റിനാണ് തെദ്ക്കിറത്ത് എന്ന് പറയാം. തെദ്ക്കിറത്ത് എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എന്നർത്ഥം. ദൗറത്തുൻ ദമവി അല്ലേ, നമ്മൾ ദമ് എന്ന് പറഞ്ഞാൽ രക്തം എന്നർത്ഥം, ദമ് എന്ന് പറഞ്ഞാൽ രക്തം എന്നാണ്. അപ്പോൾ ദൗറ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, നമ്മൾ സർക്കിളിന് വൃത്തത്തിനൊക്കെ ദൗറ് എന്ന് പറയും. ആ സംഭവം തന്നെയാണ് ദൗറത്തുൻ ദമവിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ ആണ്. ഓക്കെ, അടുത്തത് മിഖ്യാസുൽ ഹറാറത്തി, ഹറാറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ചൂട് അല്ല. അപ്പോൾ ചൂട് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണേത്, തെർമോമീറ്റർ എന്ന് പറയുന്നത് അല്ലേ. അതാണ് മിഖ്യാസുൽ ഹറാറത്തി, തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബുക്കിലുള്ള പ്രധാനപ്പെട്ട വേർഡുകളും അതിൻ്റെ ഇംഗ്ലീഷും അറബിക്കൊക്കെ കൃത്യമായിട്ട് നമ്മൾ നോക്കിയിരിക്കണം. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ് ഐദ് ഹിവാറൻ ബൈന ദാരിസൈനി ഫി മക്തബത്തിൽ കുല്ലി. ഐദ് നിങ്ങൾ ഉണ്ടാക്കുക, ഹിവാറൻ ഒരു സംഭാഷണം ഉണ്ടാക്കുക, ബൈന ദാരിസൈനി രണ്ട് സ്റ്റുഡൻസ്, രണ്ട് വിദ്യാർത്ഥികൾക്കിടയിലുള്ള ഒരു സംഭാഷണം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫി മക്തബത്തിൽ കുല്ലിയ, കോളേജിലെ ലൈബ്രറിയിൽ വെച്ച് നടക്കുന്ന ഒരു സംഭാഷണമാണ്. അപ്പോൾ നമ്മൾ സാഹചര്യമൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കണം. കോളേജിലെ ലൈബ്രറിയിൽ വെച്ച് നടക്കുന്ന ഒരു സംഭാഷണം നിങ്ങളോട് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിളാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സലാമും ഒക്കെ പറഞ്ഞിട്ട് കൈഫല്ലാനൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് നീ എന്തിനാണ് വന്നത് അല്ലേ, ഞാൻ ഈ പുസ്തകം വായിക്കാനാണ്, ഏത് പുസ്തകമാണ് നിനക്ക് ഇഷ്ടം, അപ്പോൾ ഏതൊരു പുസ്തകത്തിൻ്റെ വിഷയം പറയാം. അങ്ങനെ ഒരു 4-5 പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പേഴ്സ് ഉണ്ടായാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിൽ ഫുൾ മാർക്ക് നേടാൻ പറ്റും. അപ്പോൾ ഒരു മോഡൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അഹമ്മദും ഖാലിദും തമ്മിലുള്ളതാണ്. അഹമ്മദ് പറയാണ് അസ്സലാമു അലൈക്കും യാ ഖാലിദ്, അസ്സലാമു അലൈക്കും യാ ഖാലിദ്, മാദാ തഫ്അലുഹുന, നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്. സിമ്പിൾ ചോദ്യം അല്ലേ, മാദാ തഫ്അലുഹുന, നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്. അപ്പോൾ ഖാലിദ് വഅലൈക്കും അസ്സലാം യാ അഹമ്മദ്, ഞാൻ അഖ്റഉ, ഞാൻ വായിക്കുന്നു, കിതാബം ഫി താരീഖ്, ഞാൻ ചരിത്രത്തിൽ നിന്നും ഞാൻ ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു പുസ്തകം ഞാൻ വായിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അഹമ്മദ് പറയണം ജമീൽ, ഓ ബ്യൂട്ടിഫുൾ, ഹൽ തുഹിബു, നിനക്കിഷ്ടമാണോ ഖിറാത്ത കുത്തുബി താരീഖ്, അതായത് ചരിത്ര ഗ്രന്ഥങ്ങൾ വായിക്കാൻ നിനക്ക് ഇഷ്ടമാണോ അല്ലേ. ഹൽ എന്ന് ചോദിച്ചാൽ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ നഅം അല്ലെങ്കിൽ ലാ എന്നുകൊണ്ടാണ് മറുപടി കൊടുക്കേണ്ടത്. അപ്പോൾ ഖാലിദ് പറഞ്ഞു നഅം, അതെ, വഹിബുഹ കസീറൻ, ഞാൻ ചരിത്രത്തെ ധാരാളം ഇഷ്ടപ്പെടുന്നു. അപ്പോൾ മാതാ അൻക, നിനക്കെങ്ങനെയാണ്, വാട്ട് അബൌട്ട് യു എന്ന് പറയില്ലേ, ആർത്താണ് മാതാ അൻക, നിനക്കേതാണ് ഇഷ്ടം. അപ്പോൾ അഹമ്മദ് പറയാണ് അന അബ്ഹസു, ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യാണ് അല്ലേ, ഞാൻ തിരയാണ്, അൻ കിതാബിൻ ഫിൽ ലുഗത്തിൽ അറബിയ, ഞാൻ അറബ് ഭാഷയിലുള്ള ഒരു പുസ്തകത്തെ പറ്റി ഞാൻ അങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അബ്ഹസ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക, തിരയാന്നർത്ഥം. അപ്പോൾ ഖാലിദ് പറയാണ് ഹൽ ഉസാഇദുക ഫിൽ ബഹ്സി, തിരയാൻ നിന്നെ ഞാൻ സഹായിക്കണോ. അപ്പോൾ അഹമ്മദ് പറയണം ശുക്രൻ ലക്, അല്ലേ, നിനക്ക് നന്ദി. അൽ കിതാബു അല റഫി സാലിസ് ഹുനാക്ക. അപ്പോൾ അഹമ്മദ് പറയുകയാണെന്ത്, പിന്നെ കിതാബ് എവിടെയുണ്ട്, റഫ് സാലിസിൽ 3-ാമത്തെ ഷെൽഫിൽ ഏതുണ്ട്,
പുസ്തകം ഉണ്ട് അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഖാലിദ് പറഞ്ഞു ഹുസ്നൻ അല്ലേ, ഓക്കെ ഗുഡ്. ബഅദ അൻ തൻതഹി ഹൽ നദ്ഹബു ഇലൽ ബഅദ അൻ തൻതഹി അല്ലേ, നീ ഇവിടുന്ന് ഇതൊക്കെ അവസാനിച്ചതിന് ശേഷം, ഇത് കഴിഞ്ഞതിന് ശേഷം ഹൽ നദ്ഹബു ഇലൽ മക്സഫ്, നമുക്ക് മക്സഫ് പറഞ്ഞാൽ ക്യാൻറ്റീൻ, നമുക്ക് ക്യാൻറ്റീനിലേക്കൊന്ന് പോയാലോ. അപ്പോൾ അഹമ്മദ് പറഞ്ഞു ഫിക്രത്തുൻ ത്വയ്യിബ അല്ലേ, അതൊരു നല്ലൊരു ഐഡിയ ആണ്. ഇലല്ലിക്ക ബഅദക്കലീൻ, നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ ഖാലിദ് ഇലല്ലിക്ക, എന്നിട്ട് അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം ശുക്രൻ നഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സംഭാഷണം അവസാനിപ്പിക്കും. ഇത്രയും ലെങ്ത്ത് വേണമെന്നില്ല, കുറച്ച് കണ്ടൻറ്റ് മതിയാകും. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ ഒരു അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം കൊടുക്കുക, പിന്നെ ഒരു കൈഫുൽ ഹാൽ സൈൻ അൽഹംദുലില്ലാ കൊടുക്കാം, പിന്നെ കുറച്ച് കണ്ടൻറ്റ്, ഒരു 4-5 വരികൾ കണ്ടൻറ്റ് കൊടുത്തിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, സംഭാഷണം വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ് റത്തിബിൽ കലിമാത്തിൽ ലാത്തിയ ഇലാ ജുംലത്തി മുഫീദ. അതായത് പിന്നെ താഴെയുള്ള റത്തിബ് നിങ്ങൾ ഓർഡർ ആക്കുക, അൽ കലിമാത്തിൽ ലാത്തിയ താഴെ കൊടുത്ത വേർഡുകൾ നിങ്ങൾ ഓർഡർ ആക്കാനാണ്. ഇലാ ജുംലത്തി മുഫീദ, ഒരു മുഫീദായിട്ടുള്ള ഫായിദുള്ള ജുംലായിട്ട് അല്ലേ, ഒരർത്ഥമുള്ള ഒരു സെൻറ്റൻസ് ആക്കിയിട്ട് നിങ്ങൾ അതിനെ മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം എന്താണ്, അൽ ജസീറ എന്നുണ്ട്, കാനത്ത് എന്നുണ്ട്, ജമീലത്തൻ. ജസീറ എന്ന് പറയുന്നത് ഒരു ദ്വീപ്, കാനത്തൻ എന്താ ആയിരുന്നു അല്ലേ, ജമീലത്തൻ ഭംഗിയുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്, ആ ദ്വീപ് ഭംഗിയുള്ളതായിരുന്നു എന്നാണ് കൊടുക്കേണ്ടത് അല്ലേ. അപ്പം എങ്ങനെ, കാനത്തിൽ ജസീറത്തു, ആ ദ്വീപായിരുന്നു, ജമീലത്തൻ എങ്ങനെ ഭംഗിയുള്ളതായിരുന്നു, അങ്ങനെയാണ് അറബിയിലേക്ക് അത് ഓർഡർ ചെയ്യുക. രണ്ടാമത്തേതാ ദർസ് എന്നുണ്ട്, അതുപോലെ തിൽമീദ് ഉണ്ട്, കത്തബ എന്നുണ്ടല്ലേ. ദർസർ എന്താ പാഠം, നമ്മുടെ ക്ലാസ് എടുത്ത പാഠം. തിൽമീദ് എന്താ കുട്ടി, കത്തബ എന്ന് പറയുന്നതാ എഴുതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടത്, കുട്ടി പാഠം എഴുതി അല്ലേ, കത്തബ തിൽമീദു അദ്ദർസ അങ്ങനെയാണ് വരിക. ഓക്കെ, നമ്മളെപ്പോഴും ഫിയൽ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്താൽ മതി. അടുത്തത് ഇലസൂക്കി, അതായത് അങ്ങാടിയിലേക്ക്, അത്താജിറു കച്ചവടക്കാരൻ, ദഹബ പോയി എന്നുള്ളതല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ദഹബ പോയി, ആര് പോയി, അത്താജിറു കച്ചവടക്കാരൻ പോയി. എവിടേക്ക് പോയി, ഇലസൂക്കി സൂക്കിലേക്ക് പോയി. അങ്ങനെയാണത് ഓർഡർ ചെയ്യുക. അടുത്തൊരു ചോദ്യം തർഗബു, നീ ആഗ്രഹിക്കുക അല്ലേ. ഫി എന്നുണ്ട്, ഹൽ, ഹല്ലാണ് നമ്മൾ യെസ് ഓർ നോ ചോദിക്കല്ലേ, അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹൽ. മസീദ്, അതായത് കൂടുതൽ എന്തെങ്കിലും, ഉദ്ദേശിക്കുന്ന എന്താ, നീ കൂടുതൽ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോയെന്നല്ലേ. അപ്പോൾ ചോദ്യങ്ങൾ എപ്പോഴും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കണം, ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ. ഇവിടെ ഹൽ എന്നുള്ളതുകൊണ്ട് ഹൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കണം. അപ്പോൾ ഹൽ, ഇനി എന്താണ്, നീ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലേ, ഹൽ തർഗബു, നീ ആഗ്രഹിക്കുന്നുണ്ടോ, ഫിൽ മസീദ്, കൂടുതലായിട്ട് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണ് ഓർഡർ ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ വായിച്ച് നോക്കുക, എന്നിട്ട് നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെ ആദ്യം വെർബ് ഫിയൽ കൊടുക്കുക, പിന്നെ ഫായിൽ കൊടുക്കുക, പിന്നെ അങ്ങനെ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഓർഡർ ആക്കുക. ഓക്കെ, അടുത്തൊരു ചോദ്യമുള്ള ഉക്തുബ് അൽ ഇസ്മ വൽ ഫിയല വൽ ഹർഫ മിനൽ ഫിക്രത്തിൽ. ഉക്തുബ് നിങ്ങൾ എഴുതുക, അൽ ഇസ്മ ഇസ്മ, വൽ ഫിയല് ഫിയലി, അതുപോലെ ഹർഫ് മിനൽ ഫിക്രത്തില്ലാത്ത, താഴെയുള്ള ഒരു ചെറിയൊരു പാരഗ്രാഫിൽ നിന്ന് ഇസ്മും ഫിയലും ഹർഫും വേർതിരിക്കാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്താണ് ഇസ്മ, എന്താണ് ഫിയൽ, എന്താണ് ഹർഫ് എല്ലാവർക്കും അറിയാം അല്ലേ. ഫിയൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രവൃത്തി. ഹർഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില അക്ഷരങ്ങൾ, ചില പിന്നെ മിൻ, ഇല, ഫി എന്നൊക്കെ പറയുന്ന. ബാക്കിയുള്ളതൊക്കെ ഇസ്മായിരിക്കും അല്ലേ. നമ്മുടെ പേരുകൾ, അതുപോലെ ഓരോ വസ്തുക്കളുടെ പേരുകൾ, സ്ഥലങ്ങളുടെ പേരുകൾ, അതൊക്കെ എന്താണ്, മൃഗങ്ങളെ പേര്, ഇതൊക്കെ ഇസ്മുകളാണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഇസ്മും ഫീലും ഹർഫും വേർതിരിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇസ്മ ഏതൊക്കെയാണ് ഇതിൽ, കാന, ഹുന, കിത്തൻ അല്ലേ, കിത്ത പൂച്ച അല്ലേ, പിന്നെ സ്വഗീറത്ത്, പിന്നെ ഐഷു ഫി ബൈത്തിൻ കണ്ടോ, ഒരു വീട് അതിസ്മാണ്. പിന്നെ കുല്ലിയോമിൻ കാനത്തൽ അബു ഫിൽ ഹദീക്കത്ത് അല്ലേ, പൂന്തോട്ടം അതിസ്മാണ്. പിന്നെ ഫി അഹദി വല്ലയ്യാം റഅത്ത് ത്വാഇറൻ, പക്ഷികൾ അതിസ്മാണ്. അല ഷജറത്തി, ഷജറത്ത് ഇസ്മാണ്. അപ്പോൾ 4-5 നിങ്ങൾ കൊടുത്താൽ മതിയാവും. ഓക്കെ, പിന്നെ അടുത്തത് ഏതാ, ഫിയലുകൾ ഏതൊക്കെയാണ്, കാന അല്ലേ ആയിരുന്നു, അതുപോലെ തഈഷു ജീവിക്കുന്നു, അതുപോലെ തൽ അബു കളിക്കുന്നു, അതുപോലെ പിന്നെ റഅത്തിലെ കണ്ടു, ഖററ പിന്നെ തത്ബഉലെ പിന്തുടരുന്നു, ആദത്ത് മടങ്ങി എന്നൊക്കെ സിമ്പിളായിട്ടുള്ള 4-5 പിന്നെ ഫീലുകൾ കൊടുക്കുക. പിന്നെ ഹർഫുകളാണല്ലേ, ഏതൊക്കെയാണ്, ഫീ ഉണ്ട്, അതുപോലെ തന്നെ അലയുണ്ട്, പിന്നെ അന്നുണ്ട്,
പിന്നെ ബ ഉണ്ട്, ബി ഉണ്ട്, പിന്നെ മിൻ ഉണ്ട്, ഇലയുണ്ട്. ഇതൊക്കെ ഹർഫുകളാണ്. ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ് ഗയ്യിർ, നിങ്ങൾ ചേഞ്ച് ചെയ്യാനാണ്. അൽ അർക്കാമത്താലിയ, താഴെ നമ്പേഴ്സാണ് കൊടുത്തിട്ടുള്ളത്, അതെന്തിലേക്ക് ചേഞ്ച് ചെയ്യണം? ഇലൽ അൽഫാദി, അതിൻ്റെ അൽഫാദുകൾ എഴുതാനാണ് അല്ലേ. 8 എന്ന് നമ്മളെങ്ങനെ എഴുതുക? സമാനിയത്തുൻ അല്ലെങ്കിൽ സമാനിയൻ രണ്ടും കൊടുക്കാം. ഓക്കെ, 15 എങ്ങനെയാണ്? ഹംസത്ത അഷറ. സിമ്പിൾ ചോദ്യങ്ങളാണ് അല്ലേ. 24 എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ടക്കം ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ? ഇപ്പോൾ 15 ആണെങ്കിൽ ആദ്യം 5 എഴുതുക, പിന്നെ 10 എഴുതുക. 24 ആണെങ്കിൽ ആദ്യം 4 എഴുതുക, പിന്നെ 20 എഴുതുക. അപ്പോൾ അങ്ങനെ വരാം, ആദ്യം 40 എഴുതുക, പിന്നെ 20 എഴുതുക. മനസ്സിലായോ? 36 ആണെങ്കിൽ ആദ്യം 6 എഴുതുക, എങ്ങനെ? സിത്ത്, പിന്നെ 30 എഴുതുക, വസലാസൂൻ. അങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ 26 എന്ന് വരുമ്പോൾ ആദ്യം ഇഷ്റൂനെന്നും 24 ആകുമ്പോൾ ആദ്യം ഇഷ്റൂന് വാർബ്, അങ്ങനെയല്ല. അറബിക്കിൽ എഴുതുമ്പോൾ ആദ്യം ആക്കങ്ങൾ എഴുതുക, പിന്നെ 10കൾ എഴുതുക. ഓക്കെ, ആ ഓർഡറാണ് ചെയ്യേണ്ടത്. സിമ്പിൾ ചോദ്യമാണ്. 15 അങ്ങനെ തന്നെയാണ്. അഷറു ഹംസ എന്നല്ല, അഷറ ഹംസ എന്നല്ല, ഹംസത്തു അഷറ എന്നാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ് അഇദ് അല്ലേ. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ത്വലബൻ ലിൽ വലീഫത്തി, നമ്മളൊരു ജോബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനുള്ളത്? ലിൽ മുദരിസ് ലിൽ ലോകത്തിൽ അറബിയ ഫിൽ കുല്ലിയ, ഒരു കോളേജിൽ അറബിക് ഭാഷ അധ്യാപകനായിട്ടുള്ള ഒരു ജോബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പുസ്തകത്തിൽ അതിൻ്റെ മോഡൽ ഉണ്ട് അല്ലേ. സിമ്പിളാണ്. നമ്മൾ ആദ്യം മിൻ എന്ന് കൊടുക്കുക, അതായത് ഫ്രം എന്ന് കൊടുത്തിട്ട് അൽ ഇസ്മ് നമ്മുടെ പേര്, അൽ ഒൻവാന് നമ്മുടെ അഡ്രസ്സ്. അതൊക്കെ നിങ്ങൾ എന്തെങ്കിലും എഴുതി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ വര വെച്ച് പോരുതേ, നിങ്ങൾ അങ്ങനെ വരച്ച് പോരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ പേര് കൊടുക്കണ്ട, ഏതെങ്കിലുമൊക്കെ പേര് കൊടുക്കുക. റക്കമുൽ ഹാത്തിഫ്, ഏതെങ്കിലുമൊക്കെ ഒരു നമ്പർ കൊടുക്കുക, കുറച്ച് നമ്പേഴ്സ് ഉണ്ട് കൊടുത്താൽ മതി. റക്കമുൽ ഹാത്തിഫ് എന്ന ഫോൺ നമ്പർ. പിന്നെ അൽ ബരീദുൽ ഇലക്ട്രോണി എന്ന് പറഞ്ഞാൽ ഇമെയിൽ, ഏതെങ്കിലുമൊക്കെ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുക. നിങ്ങളെ പേരൊന്നും ഒരിക്കലും കൊടുക്കരുത്, നിങ്ങൾ ഒറിജിനൽ ഇമെയിൽ ഐ ഡിയും കൊടുക്കരുത്. ഏതെങ്കിലുമൊക്കെ ഒരു മെയിൽ ഐ ഡി എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുക്കുക. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? ഇല അല്ലേ, അതായത് ടു, ആരിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്? സഅദത്തെ മുദീറുൽ കുല്ലിയത്തിൽ മുഹ്തറം അല്ലേ, നമ്മുടെ കോളേജിലെ അവിടുത്തെ മുദീർ അല്ലേ, അവിടുത്തെ മാനേജർ ഒക്കെ, അതിൻ്റെ മെയിൻ കാര്യങ്ങൾ വഹിക്കുന്ന ആളുകളിലേക്ക്, അതാണ് നമ്മൾ കൊടുക്കുന്നത്. മൗദു എന്താണ്? വിഷയം എന്താണ്? ത്വലബ് വദീഫത്തി മുദരിസിൽ ലോകത്തിൽ അറബിയ, അറബ് ഭാഷ അധ്യാപകനുള്ള ഒരു ജോബ് ആപ്ലിക്കേഷനാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ, എന്നിട്ട് നമ്മൾ ആദ്യം ലെറ്റർ തുടങ്ങണമല്ലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അത് കൊടുക്കുക. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഫോർമാറ്റുകൾ കൃത്യമായിട്ട് കൊടുത്താൽ മതി. കണ്ടൻറ്റ് 1-2 വരിയൊക്കെ എഴുതിയാൽ മതിയാവും. എങ്ങനെ? അത്തഖദ്ദമുല സിയാദത്തിക്കും ബി ത്വലബി തഈനി ഫി വദീഫത്തി മുദരിസി ലുഗത്തിൽ അറബിയ ഫി കുല്ലിയത്തിക്കുൽ മുവഖറ അല്ലേ. നിങ്ങളുടെ ഈ കോളേജിൽ ഒരു അറബിക് അധ്യാപക ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? നിങ്ങളിലേക്ക് ഞാൻ അപേക്ഷ നൽകുകയാണ് അല്ലേ. അന ഹാസിലുൻ അല ഷഹാദത്തിൽ മാജിസ്റ്റർ ഫിൽ ലുഗത്തിൽ അറബിയ, അറബ് ഭാഷയിൽ മാജിസ്റ്റർ എന്ന് പറഞ്ഞാൽ PG പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ നേടിയിട്ടുണ്ട്. വലദയ്യ ഖിബ്റത്തു ഫി മജാലി തദ്രീസ്, ഈ അധ്യാപക മേഖലയിൽ എനിക്കുണ്ട്. ഖിബ്റത്തുൻ, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ലി മുദ്ദത്തി 5 സനവാത്തിൻ, എനിക്ക് 5 വർഷം ഇതിൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. വഹിബുൽ അമല ഫി ബിഅത്തിൻ അക്കാദമിയ മുത്തമയ്യിസ, ഒരു വ്യത്യസ്ത അക്കാദമിക്കലായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെടുന്ന, അതിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എഴുതുക. മനസ്സിലായി? എന്നിട്ട് ലാസ്റ്റ് മഅ ഖാലിസി തഹയ്യത്തി വൽ ഇഹ്തിറാം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ആ തൗക്കിയ, നിങ്ങളുടെ ഒപ്പ്, ഏതെങ്കിലുമൊക്കെ ഒപ്പ് കൊടുക്കുക. പിന്നെ താരീഖ്, പിന്നെ ഡേറ്റ്, ഏതെങ്കിലുമൊക്കെ ഡേറ്റും കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മളൊരു ജോബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയത്. നമ്മൾ പുസ്തകത്തിൽ തന്നെ കൃത്യമായിട്ട് അതിൻ്റെ മോഡൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഫോർമാറ്റ്. നിങ്ങൾ ആ ഫ്രമ്മും അതുപോലെ ടൂയും അതുപോലെ ലാസ്റ്റുള്ള അത് മാത്രം ശരിയാക്കിയാൽ തന്നെ ഏകദേശം പകുതിയിലേറെ മാർക്ക് നിങ്ങൾക്ക് ഈ ഭാഗത്ത് കിട്ടും. പിന്നെ നമ്മൾ ആ കണ്ടൻറ്റ് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അടുത്തൊരു ചോദ്യം, ലാസ്റ്റത്തെ ചോദ്യമാണ്. ഉക്തുബ് ഫിക്റത്തൻ വജീസ, ഒരു ഷോർട്ടായിട്ടുള്ളൊരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അൻ കസീദത്തി കുംലിൽ മുഅല്ലിം അല്ലേ. കുംലിൽ മുഅല്ലിം എന്ന് പറയുന്ന അഹമ്മദ് ഷൗക്കിയുടെ കസീദയുണ്ടല്ലോ, ആ കവിതയെക്കുറിച്ചിട്ടൊരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്തായാലും EX7 പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ നമ്മളതിനൊരു
ചെറിയ പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്മളൊരു മിനിമം ഒരു 6 7 പോയിൻറ്റ്സുകൾ ഉണ്ടായാൽ ഒരു നല്ലൊരു ചെറിയ പാരഗ്രാഫ് ആയിരിക്കും. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ഇതിൻ്റെ ആശയങ്ങൾ നമ്മൾ പോയിന്റുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒന്നെന്താണ്, ഇത് എഴുതിയതാരാന്ന് ആദ്യം കൊടുക്കണം അല്ലേ. അഷാഇർ അഹമ്മദ് ഷൗക്കിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. യുമജ്ജിദു ഫിൽ ഖസീദ മക്കാനത്തൽ മുഅല്ലിം വദൗറഹുൽ അലീം ഫി ബിനാഇൽ ഇൻസാനി വൽ മുജ്തമഅ. ഒരു മനുഷ്യനെ നിർമ്മിക്കുന്നതിൽ, ബിനാനെ നിർമ്മിക്കുക, മുജ്തമഅ സൊസൈറ്റി, ഒരു സൊസൈറ്റിയെ നിർമ്മിക്കുന്നതിൽ ഒരു അധ്യാപകൻ്റെ പങ്കും അധ്യാപകൻ്റെ സ്ഥാനവും ഒക്കെ പറയുന്ന ഒരു കവിതയാണ് ഏത് കുംലിൽ മുഅല്ലിം എന്ന് പറയുന്നത്. യദ്ഉ അഷായിർ, ഇവിടെ നമ്മുടെ കവി ക്ഷണിക്കുന്നുണ്ട് ഇലഹ്തിറാമിൽ മുഅല്ലിമി, അധ്യാപകനെ ബഹുമാനിക്കുന്നതിലേക്ക് അല്ലേ. വതഖ്ദീരിഹി, അവൻ്റെ ആ ഒരു പിന്നെ ഒരു അധ്യാപകൻ്റെ കാര്യങ്ങളുണ്ടല്ലോ അതിനെയൊക്കെ ബഹുമാനിക്കണം. അല്ലി അന്നഹു യുലീ ഉൽ ഉഖൂല ബിൽ ഇൽമി വൽ മഅരിഫ, അദ്ദേഹം കാരണം അധ്യാപകനാണ് എന്ത് ചെയ്യുന്നത്, ഇൽമ കൊണ്ടും അതുപോലെ തന്നെ വിജ്ഞാനം കൊണ്ടൊക്കെ ബുദ്ധിയുള്ള ആളുകൾക്ക് ബുദ്ധി എന്ത് ചെയ്യുന്നത്, പകർന്നു കൊടുക്കുന്നത് ആരാണ്, അധ്യാപകരാണ് അല്ലേ. യുഷബ്ബിഹുൽ മുഅല്ലിമ, അദ്ദേഹം അധ്യാപകനെ തശ്ബിഹാക്കില്ലേ, സാദൃശ്യമാക്കി ആരോട്, അർ റസൂല. നമ്മൾ നേരത്തെ ഒരു ബൈത്ത് പറഞ്ഞില്ലേ, കാദൽ മുഅല്ലിമു ഐ യക്കൂന റസൂല, ആ സംഭവമാണത്. യുഷബ്ബിഹുൽ മുഅല്ലിം, അദ്ദേഹം മുഅല്ലിമിനെ പിന്നെ സാദൃശ്യമാക്കി അർ റസൂല, എന്തിലേക്ക്, റസൂലിനോട് അല്ലേ, പ്രവാചകരോട് സാദൃശ്യമാക്കിയിട്ടുണ്ട്. ഫി അദാഇ റിസാലത്തി തർബവിയ വൽ ഇൻസാനിയ, കാരണം എഡ്യൂക്കേഷൻ പരമായിട്ടും മാനുഷികപരമായിട്ടുമുള്ള സന്ദേശങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് റസൂലിനോട് ഈ ടീച്ചേഴ്സിനെ സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ യുഅക്കിദു, അദ്ദേഹം ഊന്നി പറയുന്നുണ്ട് അന്നൽ ഇൽമ, അറിവ് എന്നുള്ളത് അസാസു നഹ്ലത്തി വ തഖദ്ദുമി, നമുക്ക് മുന്നോട്ട് വരാനും നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ് നവോത്ഥാനത്തിൻ്റെയും ഒരു ബേസിക് അസാസാണ് ഏത്, ഇൽമെന്ന് പറയുന്നത് അല്ലേ. വലായത്തഹക്കു ഇല്ലാ ബി ജുഹൂദിൽ മുഅല്ലിമീൻ, വലായത്തഹക്കു, അത് നമുക്ക് കിട്ടുകയില്ല, നമുക്ക് സാധ്യമാവുകയില്ല, ഇല്ലാ ബി ജുഹൂദിൽ മുഅല്ലിമീൻ, അധ്യാപകരുടെ പരിശ്രമങ്ങളില്ലാതെ അല്ലേ. അപ്പോൾ ഒരു നല്ല വിദ്യാർത്ഥി ഉണ്ടാവണമെങ്കിൽ നല്ലൊരു അധ്യാപകൻ ഉണ്ടാവണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. പിന്നെ തുൽഹിറുൽ ഖസീദ, ഈ ഖസീദയിൽ വ്യക്തമാക്കുന്നുണ്ട് ഖയ്യിമൽ അഖ്ലാഖി അല്ലേ, നല്ല സ്വഭാവങ്ങളുടെ വാല്യൂ, അതുപോലെ വത്തവാളുഐ, നമ്മുടെ വിനയത്തിൻ്റെ വാല്യൂ, ഫിത്ത് ആമുലി മഅൽ മുഅല്ലിമി, അധ്യാപകനോട് നമ്മൾ പരസ്പരം പെരുമാറുന്ന സമയത്ത് വിനയം ഉണ്ടായിരിക്കണം, നല്ല സ്വഭാവത്തോടെ പെരുമാറണം എന്നീ കവിതയിൽ പറയുന്നുണ്ട്. തുഅ്തബറുൽ ഖസീദ, ഈ ഒരു ഖസീദ പരിഗണിക്കപ്പെടുന്നുണ്ട് മിൻ അഷ്ഹുരിൽ ഖസായിദ് തർബവിയ, എഡ്യൂക്കേഷൻ കവിതകളുടെ കൂടുതൽ ഫേമസ് കവിതയായിട്ട് അല്ലേ. ഫിൽ അദബിൽ അറബി, അറബ് സാഹിത്യത്തിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള കവിതയുടെ കൂട്ടത്തിൽ ഫേമസ് കവിതയായിട്ട് ഇതിനെ പരിഗണിക്കപ്പെടുന്നുണ്ട്. വ തുദർറസു, ഈ ഒരു കവിത പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഫി കസീര മിനൽ മനാഹിജിൽ മദ്രസിയ, പല സ്കൂൾ വിദ്യാലയ സിലബസുകളിലും ഈ കവിത പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറച്ച്, ഇപ്പോൾ നമുക്ക് ഏകദേശം ആ കവിത എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത്രയും പോയിന്റുകളൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഫുൾ മാർക്ക് നമുക്ക് നേടാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം വളരെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നന്നായി പ്രിപ്പയർ ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ പുസ്തകത്തിൻ്റെ പിറകെ നമ്മുടെ ഓരോ യൂണിറ്റിലുമുള്ള വർക്കുകൾ അത് നിരന്തരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.